ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലത്തെ മെയിനായിട്ട് പത്രം വായനയിൽ നമ്മൾ ആകെ ഉൾപ്പെടുത്തിയത് നമ്മളുടെ 6 വയസ്സുകാരി കുട്ടിയുടെ ആ ഒരു കൊലയും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നലത്തെ മിനിങ്ങാന്ന് പ്രതിയെ വെറുതെ വിടലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. കാരണം അത്രയും സംസാരിക്കാൻ ആ സബ്ജക്റ്റിലുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ഇതിന് ശേഷം നമ്മളുടെ റിപ്പോർട്ടർ ചാനലിൽ ക്ലോസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിൽ നമ്മുടെ അരുൺ എന്ന് പറഞ്ഞിട്ടുള്ള പത്രപ്രവർത്തകൻ നമ്മളുടെ ഈ അർജുൻ എന്ന് പറയുന്ന പ്രതിയുമായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രതിയല്ല, അദ്ദേഹത്തിനെ വെറുതെ വിട്ടു, പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിലും ഇപ്പോഴും നമ്മൾ അദ്ദേഹം തന്നെയാണ് ആ കൊല ചെയ്തതെന്ന് വിശ്വസിക്കുന്ന അർജുനുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ ഗംഭീരമായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചറിയാം. രസകരമായിട്ട് അദ്ദേഹം ചോദിച്ചു പോകുന്നുണ്ട്. അത് പക്ഷെ കേൾക്കുമ്പോഴേക്ക് ഇയാളെന്താ പോലീസാണോ എന്നൊരു ചോദ്യം എല്ലാവർക്കും വരാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ചോദിച്ച്, സത്യത്തിൽ ആ വീഡിയോ നിങ്ങൾ കാണണം. ക്ലോസ് എൻകൗണ്ടർ എന്നാണ്, അർജുനൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഞാൻ എന്തായാലും അതിൻ്റെ ഒരു ലിങ്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. സോ നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ കയറി കാണാൻ പറ്റും. അതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും ഇതിലാരാണ് പ്രതി, എന്താണ് കാര്യങ്ങൾ നടന്നേക്കണേന്നുള്ളത്. കാരണം അത്രയും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ചോദിക്കുമ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന ആൾക്ക് കൃത്യമായൊരു ആൻസർ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുമ്പോൾ ഇവൻ വിട്ടുപോകുന്നുണ്ട്. ഇവൻ പിന്നെ ഒന്ന് ആലോചിച്ച് ഉത്തരം പറയണം. കാരണം ഉറപ്പായിട്ടും വക്കീൽ പറഞ്ഞിട്ടുണ്ടാവും, ശ്രദ്ധിക്കണം, ഇനി ഓരോരുത്തർ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ഉത്തരങ്ങൾ പറയണം. അപ്പോൾ അതെല്ലാം ആലോചിച്ചാണ് പറയണത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾക്ക് ഈ ഇൻ്റർവ്യൂ പ്ലസ് നമ്മളുടെ ഈ കാര്യങ്ങൾ നടന്നതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം തന്നെയാണ് പ്രതി, ഒരു സംശയമില്ല. ഇപ്പോൾ അവനത് മാറ്റി പറയുകയാണ്, എന്തൊക്കെയോ പറയുന്നു. ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം. ആ വീഡിയോ ഞാൻ ഇന്നലെ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ആ വീഡിയോ ഇരുന്ന് കണ്ടു. ആ കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം 43 മിനിറ്റ് എന്തോ വരുന്നുണ്ട്. പക്ഷെ ആ വീഡിയോ കണ്ടു നോക്കൂ. കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൽ ആരാണ് പ്രതി. ലാസ്റ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് അരുൺ. ഇനിയും ഇപ്പോൾ നമ്മളുടെ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിന് അപ്പീൽ പോകുന്നതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് വായിച്ചിട്ട്, ഫ്രണ്ട് പേജിൽ നിന്നൊരു ജാക്കറ്റ് പോലെ തന്നെയാണ്. ഇന്ന് വണ്ടിപ്പെരിയാർ വിധിക്കെതിരെ അപ്പീൽ നൽകും മുഖ്യമന്ത്രി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരി പീഡിപ്പിച്ചുവെന്ന കേസിലെ പ്രതി വെറുതെ വിടാനുണ്ടായ സാഹചര്യം പരിശോധിച്ച് തുടർ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്തിന് അഭിമാനിക്കാവുന്ന സാഹചര്യമല്ല ഉണ്ടായത്. വിധിക്കെതിരെ അപ്പീൽ പോകുന്നതിന് നടപടി തുടങ്ങിയിട്ടുണ്ട്. കോടതിയുടെ നിരീക്ഷണങ്ങൾ ഗൗരവമായി പരിശോധിക്കും. കേസിന്റെ മേൽനോട്ടത്തിൽ വീഴ്ച ഉണ്ടായോ എന്ന് പറയാനാകില്ല. നവകേരള സദസ്സിന്റെ ഭാഗമായി ആലപ്പുഴയിലെത്തിയ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇതില് നമ്മളുടെ വേറൊരു വ്യൂ കൂടിയുണ്ട്. സുനിൽ കുമാർ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടിപ്പെരിയാർ കൊലപാതകം പ്രതി അർജുൻ തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ. വണ്ടിപ്പെരിയാർ ചൂരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ പ്രതി കോടതി വെറുതെ വിട്ട അർജുൻ തന്നെയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ TD സുനിൽകുമാർ. അന്വേഷണത്തിൽ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല. പോലീസ് സത്യസന്ധമായാണ് അന്വേഷണം നടത്തിയത്. 100% പ്രതി അർജുൻ തന്നെയാണെന്ന് മേലധികാരികളുമായി ചർച്ച ചെയ്ത വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. കുട്ടിയുടെ മരണം കൊലപാതകമാണെന്ന് പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നും കണ്ടെത്തൽ കോടതി ശരിവച്ചിരുന്നു. എന്നാൽ പ്രതിക്കെതിരെ ചുമത്തിയ കൊലപാതകം, പോക്സോ നിയമപ്രകാരമുള്ള പീഡനം എന്നീ കുറ്റങ്ങൾ തെളിയിക്കുന്നതിനുള്ള തെളിവ് ശേഖരണത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. കൃത്യം നടന്ന ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥൻ സംഭവ സ്ഥലത്ത് എത്തിയില്ല എന്നായിരുന്നു പ്രധാനമായ നിരീക്ഷണം. എന്നാൽ അന്നേ ദിവസം കുട്ടിയുടെ വീട്ടിൽ താൻ എത്തിയെന്നും സ്ഥലം സീൽ ചെയ്തിരുന്നുവെന്നും സുനിൽകുമാർ പറഞ്ഞു. മരിച്ച കുട്ടിയുടെ മാതാപിതാക്കളും അന്വേഷണ ഉദ്യോഗസ്ഥൻ അന്നേ ദിവസം വീട്ടിലെത്തിയിരുന്നു എന്ന് വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ പിന്നെ എന്താണ് കോടതി അങ്ങനെ ഒരു നിരീക്ഷണം? സോ അതിൻ്റെ എന്താണ് തെളിവുകളില്ലാത്ത ഇദ്ദേഹം വന്ന് അവിടെ ചെന്നു എന്നുള്ളതിന് ഇതിൽ കുറച്ച് കൂടുതൽ മനസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയോ എവിടെയൊക്കെയോ നടക്കുന്നു. പിറ്റേ ദിവസമാണ് ഇൻക്വസ്റ്റ് നടത്തി മഹസർ തയ്യാറാക്കിയത്. ഫോറൻസിക് വിദഗ്ധൻ, ഫോട്ടോഗ്രാഫർ വിരലടയാളം വിദഗ്ധർ തുടങ്ങിയവരെല്ലാം ഇൻക്വസ്റ്റ് ചെയ്യുന്നത് മുതൽ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം പറഞ്ഞു. അത് ഫസ്റ്റ് ഡേ വന്നില്ല, നെക്സ്റ്റ് ഡേ മുതലാണ് ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കിയത്. അന്ന് വന്ന് അദ്ദേഹം സീൽ ചെയ്തു എന്നാണ് ആ സുനിൽകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത്. സർക്കാർ അപ്പീൽ ഉടനെന്നും പറഞ്ഞിട്ട് ഇടുക്കി വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരെ പീഡിപ്പിച്ച ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട കട്ടപ്പന അതിവേഗ കോടതി ഉത്തരവിനെതിരെ സർക്കാർ ഉടൻ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്യും.
തെളിവുകളുടെ അഭാവത്തിൽ പ്രതി വണ്ടിപ്പെരിയാർ ചൂരക്കുളം MMJ എസ്റ്റേറ്റ് ലയത്തിൽ അർജുൻ സുന്ദറിനെ 24 വിചാരണ കോടതി വെറുതെ വിട്ടു. 2021 ജൂൺ 30-നാണ് പെൺകുട്ടിയെ തൂക്കി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരുന്നു പെൺകുട്ടിയുടെ പീഡനത്തിനിരയായത് കണ്ടെത്തിയത്. അപ്പോൾ ഇതൊരു വല്ലാത്ത ഒരു സിറ്റുവേഷൻ തന്നെയാണ്. കാരണം എന്താണ് ഇവിടെ നടക്കുന്നത്? ഇനി അപ്പീലിന് പോകുന്നു. അപ്പോൾ ഇതിന് കൃത്യമായ തെളിവുകൾ ഇനി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എനിക്ക് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും നീതി കിട്ടിയാൽ മതി, നീതി കിട്ടണം. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കാം. കൃത്യമായിട്ട് നീതി ഉണ്ടാവണം എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കോടതിയിൽ നീതി ഇല്ല, അത് ഉറപ്പ്. പക്ഷെ നമുക്ക് അങ്ങനെയല്ല, നമുക്കിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇന്ന് ഡിസംബർ 16 ശനിയാഴ്ചയാണ്, സാറ്റർഡേ. അപ്പോൾ ഇന്നുകൂടി ഓഫീസിലൊക്കെ പോയാൽ മതി. നാളെ ആഴ്ച പൊളിക്കേണ്ട ദിവസമാണ്, ഇന്ന് രാത്രിയും നാളെ. സോ അത് പിന്നെ ഈ ആഴ്ച മുഴുവൻ അടിപൊളിയാണ്. കാരണം കുട്ടികൾക്ക് സ്കൂൾ അടയ്ക്കും, സെലിബ്രേഷൻസ് ആണ് മിക്ക സ്ഥലങ്ങളിലും. നമ്മുടെയൊക്കെ ഓഫീസിൽ അടിപൊളിയാണ് കേട്ടോ. സോ അങ്ങനെയുള്ള ആഴ്ചകളാണ് ഇനി വരാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ശബരിമല തീർത്ഥാടകരുടെ ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 5 മരണം കേട്ടോ. ഒരു ദാരുണമായ മരണമാണ്. മുഹസിന, തസ്നി, റിൻഷ ഫാത്തിമ, റൈഹ ഫാത്തിമ, അബ്ദുൽ മജീദ്, ഇത്തരം പേര് എനിക്ക് തോന്നുന്നു ആ ഓട്ടോയിൽ ഉണ്ടായിരുന്നവരാണ്. മഞ്ചേരി അരീക്കോട് റോഡിൽ ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോയിൽ ഉണ്ടായിരുന്ന 5 പേരും മരിച്ചു. ആ ഓട്ടോയുടെ ഫോട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇടിച്ചത്. ഉറപ്പായിട്ടും ഒരു ബസ്സും ഇതൊക്കെയല്ലേ, കഷ്ടം. കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യത കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. കേരളത്തിൽ ശനിയാഴ്ചയും ഞായറാഴ്ചയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. ബംഗാൾ ഉൾക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായുള്ള ചക്രവാത ചുഴിയുടെ സ്വാധീനമാണ് കാരണം. ഞായറാഴ്ച ഓറഞ്ച് മുന്നറിയിപ്പുള്ളത് ഇടുക്കി, പത്തനംതിട്ട ആണ്. മഞ്ഞ മുന്നറിയിപ്പുള്ളത് നമ്മുടെ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, ഇത്രയും മഞ്ഞയാണ്. ശനിയാഴ്ച മഞ്ഞ മുന്നറിയിപ്പുള്ളത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കിയാണ്. സോ ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത്. ഇതാണ് ഫ്രണ്ടിൽ പേജ്, ബാക്കിയെല്ലാം പരസ്യങ്ങളാണ്. നമ്മളുടെ മെയിൻ ആയിട്ടുള്ളത് ഒരു ജാക്കറ്റ് പോലെ തന്നെയാണ്. ഈ ഫ്രണ്ട് പേജ് എന്ന് പറയുമ്പോൾ രസകരമായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. മിന്നൽ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലക്കെട്ടോടുകൂടി വെള്ളിയാഴ്ച തിരൂർ മഞ്ചേരി റൂട്ടിൽ മിന്നൽ പണിമുടക്കിനെ തുടർന്ന് പിടിച്ചെടുത്ത സ്വകാര്യ ബസ് പോലീസ് ഡ്രൈവർ ഭാഗ്യരാജ് ഓടിക്കുന്നു. അത് കൊള്ളാം, നല്ല രസമുണ്ട്. ഒരു പോലീസ് ഒരു കോൺസ്റ്റബിൾ, അദ്ദേഹം ഡ്രൈവറാണ്, അദ്ദേഹം വണ്ടി എടുത്തു. പെട്ടെന്നൊരു മിന്നൽ പണിമുടക്ക് വന്നതിൻ്റെ ഭാഗമായിട്ട് ആ പോലീസ് ഏറ്റെടുത്ത് ഓടിച്ചു. കാരണം മിന്നൽ പണിമുടക്കൊക്കെ വരുമ്പോൾ ഈ ബസ്സിനെ ആശ്രയിക്കുന്നവർക്ക്, ബാക്കിയുള്ളവർക്ക് ആലോചിക്കുമ്പോൾ എന്താ പിന്നെന്താ അങ്ങനെ പോകാം ഇങ്ങനെ പോകാം. പക്ഷെ ബസ്സിനെ ആശ്രയിക്കുന്നവർ പെട്ടുപോകും. റോഡുകളിൽ നമ്മൾ നിൽക്കുന്നത് കണ്ടില്ലേ, ഇവർ ബസ് പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. വീട്ടിൽ നേരത്തെ എത്തണം, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ വരും, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളുണ്ടാവും. പെട്ടെന്ന് തന്നെ നമ്മൾ എങ്ങനെ ഇരുട്ടും അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള മിന്നൽ പണിമുടക്കുകൾ ഭയങ്കര മോശമാണ്. ഇത് വേറെ ഒരാൾക്കും ബുദ്ധിമുട്ട് വരില്ല, ജനങ്ങൾക്കേ ബുദ്ധിമുട്ട് വരുള്ളൂ. സോ അതങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതിനെ വെരി ഗുഡ്, പോലീസുകാർ അതിനെ എതിർത്ത് ആ വണ്ടി ഏറ്റെടുത്ത് അവർ ഓടിച്ച് ആ ബസ് ഫിനിഷ് ചെയ്യുന്ന രീതി കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ വേറൊരു പ്രണാമം അർപ്പിക്കാനാണ്. KP വിശ്വനാഥനും വിട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായിരുന്ന KP വിശ്വനാഥൻ 83 വയസ്സ് അന്തരിച്ചു. തൃശ്ശൂരിൽ സ്വകാര്യ ആശുപത്രിയിൽ വെള്ളിയാഴ്ച രാവിലെ 9-നായിരുന്നു ഡയാലിസിസ് ചെയ്യാനെത്തിയപ്പോൾ ഹൃദയാഘാതം സംഭവിച്ചു ആണ് മരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ചില ന്യൂസുകൾ ചില മരണങ്ങൾ നമുക്ക് സന്തോഷം തരുന്നു പറയുന്നത് വേറൊരു രീതിയിലാണ്. അത് നമ്മളൊരു സാഡിസ്റ്റ് ആയതുകൊണ്ടല്ല. ഇനി ഞാൻ വായിക്കാൻ പോകുന്ന അങ്ങനത്തെ ഒരു ന്യൂസാണ്. മകളെ കൊന്ന കേസിലെ പ്രതി തീവണ്ടിയിൽ നിന്ന് ചാടി മരിച്ചു. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതേപോലെ ഈ 6 വയസ്സുകാരികളെ അവർക്കാണല്ലോ ഏറ്റവും കൂടുതൽ. 6 വയസ്സുകാരിയായ മകളെ കൊന്ന കേസിലെ പ്രതി ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷൻ സമീപം തീവണ്ടിയിൽ നിന്ന് ചാടി മരിച്ചു. മകൾ നക്ഷത്രയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അച്ഛൻ മാവേലിക്കര പുന്നമൂട് ആനക്കൂട്ടിൽ ശ്രീ മഹേഷാണ് 38 മരിച്ചത്. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് കോടതി മുൻപാകെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്നതിനായി കൊണ്ടുപോയി തിരികെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മടങ്ങുമ്പോൾ ആലപ്പുഴ തിരുവനന്തപുരം പാസഞ്ചർ ട്രെയിനിൽ നിന്ന് ചാടുകയായിരുന്നു. നല്ല കാര്യം, മരിച്ചത് നന്നായി. വെറുതെ ജയിലിൽ കൊണ്ടുവരുന്നിട്ട് എന്താ കാര്യം? അവനൊക്കെ മരിക്കട്ടെ, അവനൊക്കെ നൊന്ത് മരിച്ചാണ് നോക്കുക. സത്യം ജീവിക്കാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ചു, സ്വന്തം മകളെയാണ്. ആ ഒരു ന്യൂസ് നമ്മൾ കണ്ടതാണ്. ആ വീട്ടിൽ അയാളും ആ കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ അമ്മയാണ് പിന്നെ കൂടെ ഉള്ളത്. ആ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ അമ്മ എങ്ങോട്ട് പോയ സമയത്താണ് ഈ മോളെ
ഇടയ്ക്കിടയ്ക്ക് സന്തോഷത്തോടുകൂടി വിളിച്ചുകൊണ്ടൊക്കെ ഐസ്ക്രീം മേടിക്കാനൊക്കെ പോകാറുണ്ട് അത്ര. ഇവരുടെ വൈഫ് ഡിവോഴ്സാണ്, മരിക്കും, അങ്ങനെ എന്തോ ആയിരുന്നു, അത് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. അപ്പോൾ അങ്ങനെയുണ്ട്. പെട്ടെന്ന് ഇവൻ്റെ മൈൻഡ് മാറുന്ന പറയുന്നത്. മൈൻഡ് മാറുമ്പോൾ ഇവൻ ചിലപ്പോൾ കൊച്ചിനെ ഇത് ചെയ്യും, ചീത്ത പറയും, അങ്ങനെ ഇത് കൊന്നു കളഞ്ഞു. ക്ഷേമം കാത്ത് കർഷക തൊഴിലാളി ക്ഷേമനിധി ആനുകൂല്യം കാത്തിരിക്കുന്നവർ 2.90 ലക്ഷമാണ്. അംഗങ്ങൾ 25 ലക്ഷം. മൊത്തം 25 ലക്ഷത്തിൽ 2.90 ലക്ഷം ക്ഷേമം കാത്തു കിടക്കുന്നു കേട്ടോ. 1990-ലാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് നിലവിൽ വന്നത്. ഇപ്പോൾ 25 ലക്ഷത്തോളം അംഗങ്ങളുണ്ട്. തെക്കൻ ജില്ലകളിൽ അംഗങ്ങൾ കുറവായതിനാൽ അവിടങ്ങളിൽ 2017 വരെയുള്ള ആനുകൂല്യം വിതരണം പൂർത്തിയായതായി ബോർഡ് വ്യക്തമാക്കുന്നു. അംഗങ്ങൾ കൂടുതലുള്ള തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ 2017 തൊട്ടുള്ള ആനുകൂല്യം നൽകാൻ ബാക്കിയുള്ളത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ വരെ 8.47 ലക്ഷം തൊഴിലാളികൾ 60 വയസ്സ് പൂർത്തിയായി ആനുകൂല്യത്തിന് അപേക്ഷ നൽകിയിരുന്നു. അതിൽ 5.58 ലക്ഷം പേർക്കാണ് നൽകിയത്. അപ്പോൾ ബാക്കി ഇനിയും കിടക്കുകയാണ്. ഒന്ന് ആലോചിച്ചോളൂ. പാർലമെന്റിൽ അതിക്രമം, ഭഗത് സിംഗ് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗങ്ങളെ തിരച്ചിൽ, അതൊരു ഭയങ്കര സുരക്ഷാ വീഴ്ചയായിരുന്നു. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ശബരിമല, ചെന്നൈയിൽ നിന്നും ഒരു തീവണ്ടി കൂടി കേട്ടോ. ശബരിമല തീർത്ഥാടകർക്കായി ചെന്നൈയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു പ്രത്യേക തീവണ്ടി കൂടി അനുവദിച്ചു. അങ്ങനെ ഒരു ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നു. നമ്മളുടെ എന്താണ് വന്ദേ ഭാരത് ഇങ്ങോട്ട് ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു ട്രെയിൻ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഇന്നലത്തെ ഒന്നും ന്യൂസിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. പിന്നെന്താ, പൂർണ്ണത്രേശ്യ ക്ഷേത്രത്തിൽ വൃശ്ചികോത്സവം ആറാട്ട് ഇന്ന് എന്ന് പറഞ്ഞ ന്യൂസ് ഉണ്ട്. അതേപോലെ സുവർണ്ണ ചകോരം നേടി ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്കാണ് സുവർണ്ണ ചകോരം നേടിയത്. കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ മികച്ച ചലച്ചിത്രമുള്ള സുവർണ്ണ ചകോരം ജപ്പാനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള രജത ചകോരം ഉസ്ബെക്കിസ്ഥാൻ സംവിധായകൻ ഷോക്കിർ കോലിക്കോവ് സ്വന്തമാക്കി. ചിത്രം സൺഡേ. അപ്പോൾ അത് ഇന്നലെ സമാപനമായിരുന്നു. അതിനുള്ള വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒന്ന് പറയാം, രഞ്ജിത്തിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് അതിൽ ചിലത് ഈ വ്യക്തിപരമായിട്ട് പറയുന്നത് മോശമായിപ്പോയി. അതിൽ നമ്മുടെ ഭീമൻ രഘുവിനെ കുറിച്ച് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അത് ഭയങ്കര കടന്ന കൈയായിപ്പോയി. എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്. അദ്ദേഹത്തിന് ഇത് കേൾക്കുമ്പോൾ ഒരു നമ്മളിനി എന്തും ആയിക്കോട്ടെ, എന്ത് നമ്മൾ വിവരക്കേട് എന്തൊക്കെ ഉണ്ടെങ്കിലും, പക്ഷെ അതിനെക്കുറിച്ച് ഒരു പൊതുവേദിയിൽ ഒരു ജനങ്ങളുടെ മുൻപിൽ പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ കുറെയെല്ലാം സത്യാവസ്ഥ ഉണ്ടെങ്കിൽ കൂടി ചിലത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു, കൈവിട്ടു പോകുന്നു എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. അതൊരു ഏതോ ഒരു പത്രത്തിൻ്റെ ഓൺലൈൻ ചാനലാണ്. സോ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇതൊക്കെ തന്നെയാണ് ഫ്രണ്ട് പേജിലുള്ളത്. ഇപ്പോഴത്തെ സൈഡൊക്കെ നാട്ടുവർത്തമാനങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അനധികൃത ബോർഡുകൾ വീഴ്ച വരുത്തിയാൽ നടപടി. നമ്മളുടെ പൊതുസ്ഥലങ്ങളിൽ അനധികൃത ബോർഡുകളും ബാനറുകളും കൊടികളും സ്ഥാപിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തുന്നതിൽ ബന്ധപ്പെട്ട കമ്മിറ്റികൾ വീഴ്ച വരുത്തിയാൽ ഉത്തരവാദിത്തം കമ്മിറ്റി അംഗങ്ങൾക്കാണെന്ന് ഹൈക്കോടതി കേട്ടോ. കാരണം ഉറപ്പായിട്ടും വീഴ്ച വരുത്തൂല. കാരണം ഇത് ചിലപ്പോൾ വയ്ക്കുന്നത് ഓരോരോ പാർട്ടിക്കാരും ഒക്കെ ആയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ വേറെന്താണ്, അപകീർത്തി. കെജ്രിവാളിന്റെ അപേക്ഷ തള്ളി. സർക്കാരിന്റെ മുൻകൂർ അനുമതി ഇല്ലാതെ തന്നെ വിചാരണ ചെയ്യാൻ പാടില്ലെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അപേക്ഷ കോടതി തള്ളി. നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട അപകീർത്തി കേസിനെതിരെയായിരുന്നു ഹർജി. അത് തള്ളിക്കിട്ടുണ്ട്. വാരണാസി റാലി ഉപേക്ഷിച്ച് പരാജയ ഭീതി കാരണമെന്ന് BJP. തൃശ്ശൂർ എടുക്കാൻ BJP. തുടക്കമിടാൻ പ്രധാനമന്ത്രി. അദ്ദേഹം ആദ്യത്തെ പ്രോഗ്രാമിൽ വന്ന് പങ്കെടുക്കുന്നുണ്ടാവും. ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് പറ്റില്ലെന്ന് ഹൈക്കോടതി. അത് കൊല്ലം ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സ് നടത്താൻ അനുമതി നൽകിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ക്ഷേത്രവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ദേവസ്വം ഭൂമി ഉപയോഗിക്കുന്നത് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു മതസ്ഥാപന നിയമത്തിന്റെയും കോടതി വിധികളുടെയും ലംഘനമാണെന്ന് വിലയിരുത്തിയാണ് ജസ്റ്റിസ് അനിൽ K. നരേന്ദ്രനും ജസ്റ്റിസ് G. ഗിരീഷും തുടങ്ങിയ ദേവസ്വം ബെഞ്ചിന്റെ ഉത്തരവ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ 4-5 പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. അപ്പോൾ പാർലമെന്റ് സുരക്ഷ വീഴ്ച, ഉത്തരം മുട്ടി സർക്കാരും BJPയും. ഒരു സംശയമില്ല, അവർ ഉത്തരം മുട്ടും. കാരണം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പിന്നെ അതിന് ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചൊന്നും പറയാനില്ല. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റമാണ് കറക്റ്റായിട്ട് നോക്കേണ്ടിയിരുന്നത്. ഇപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും.
കാരണം സർക്കാരാണല്ലോ എല്ലാം. പിന്നെ വേറെന്താ, വെൽഡൻ സാർ ഇങ്ങനെയാണ് പോലീസ് മിന്നൽ പണിമുടക്ക് ഞാൻ പറഞ്ഞില്ലേ, അതിനെക്കുറിച്ചൊന്ന് വായിക്കാം. വെൽഡൻ സാർ, ഇതാണ് യഥാർത്ഥ ജനസേവനം. ഇതാണ് യഥാർത്ഥ ജനസേവനം. യാത്രക്കാർ ഒന്നടങ്കം ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്രതീക്ഷിതമായി സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയപ്പോൾ 2 സ്വകാര്യ ബസ്സുകൾ പിടിച്ചെടുത്ത് പോലീസ് ഡ്രൈവർമാർ തന്നെ ഓടിച്ച് യാത്രക്കാർക്ക് സഹായം ഒരുക്കിയതാണ് ഈ ബിഗ് സല്യൂട്ട്. ബസ് മുതലാളിയുടെ പ്രതിനിധിയെ കണ്ടക്ടറാക്കി നിർത്തുകയും ചെയ്തു. തിരൂർ മഞ്ചേരി റൂട്ടിലാണ് പോലീസിന്റെ ഈ മിന്നൽ ഇടപെടലുണ്ടായത്. വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ പേരിൽ സ്വകാര്യ ബസിന്റെ കണ്ടക്ടർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു തിരൂർ മഞ്ചേരി റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ വെള്ളിയാഴ്ച രാവിലെ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ഇതോടെ വിദ്യാർത്ഥികൾക്ക് ഉൾപ്പെടെ 100 കണക്കിന് യാത്രകൾക്ക് പെരുവഴിയിലായി. ഈ സമയം തിരൂർ പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ കൂടുതൽ KSRTC ബസ്സുകൾ സർവീസ് നടത്താൻ ഡിപ്പോയിൽ ആവശ്യപ്പെട്ട് സർവീസ് നടത്തിച്ചു. സീനിയർ സിവിൽ പോലീസ് ഓഫീസറും ഇൻസ്പെക്ടറും ജിജോയുടെ ഡ്രൈവറുമായിരുന്ന ഹെവി ലൈസൻസ് ഉള്ള ജിനീഷിനെ സ്വകാര്യ ബസ് ഡ്രൈവറാക്കി യാത്രക്കാരെ കയറ്റി കോട്ടയ്ക്കലും തിരിച്ച് തിരൂരിലേക്കും യാത്ര നടത്തുകയായിരുന്നു. 9:30 യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ തലക്കടത്തൂർ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട മറ്റൊരു സ്വകാര്യ ബസ്സും പിടിച്ചെടുത്ത് തിരൂർ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് യാത്രക്കാരെ കയറ്റി. തിരൂർ പോലീസും സ്റ്റേഷനിലെ ട്രാഫിക് പോലീസ് ഡ്രൈവറായ ഭാഗ്യരാജിനെ ഈ ബസ്സിൽ ഡ്രൈവറാക്കി കോട്ടയിലേക്കും തിരിച്ച് തിരൂരിലേക്കും സർവീസ് നടത്തി. ബാക്കി സമയങ്ങളിൽ യാത്രക്കാർ KSRTC ബസ്സുകളെ ആശ്രയിച്ചു. യാത്രക്കാരെ വലയ്ക്കുന്ന മിന്നൽ പണിമുടക്ക് ഒരിക്കലും അനുവദിക്കുകയില്ല. അതിനാലാണ് ബസ് പിടിച്ചെടുത്തത്. പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ പറഞ്ഞു. ഒരു സംശയം വേണ്ട, ഇത് ജനങ്ങൾക്ക് ഗുണമുള്ളൊരു കാര്യമാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. അമിത്ഷാ വിശദീകരിച്ചില്ലെങ്കിൽ പാർലമെന്റ് പ്രവർത്തിക്കില്ല കോൺഗ്രസ് എന്നാണ് ശക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നുള്ളത് രാഷ്ട്രീയമായതൊന്നും നമുക്ക് വായിച്ചിട്ട് കാര്യമില്ല. രഞ്ജിത്ത് പറഞ്ഞിരിക്കുന്നു ഭിന്നതയില്ല, രാജിവെക്കില്ല. രഞ്ജിത്ത് എന്തൊക്കെയോ അത് നടക്കുന്നു, അതവിടെ നടക്കട്ടെ. അത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നു അല്ലെങ്കിൽ വിഷയമാവുന്ന ഒരു കാര്യമേ അല്ല. കേരളത്തിന്റെ സന്തോഷ് ട്രോഫി വിജയത്തിന് മാതൃഭൂമിയുടെ ആഗ്രഹം. വിജയത്തിന്റെ 50 വർഷം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഡിസംബർ മാസം ഈ ന്യൂസ് കണ്ടില്ല, ഒരു ഫുട്ബോൾ അന്നത്തെ ആദ്യത്തെ നമ്മളുടെ സന്തോഷ് ട്രോഫി കിട്ടിയ ഫസ്റ്റ് ഫുട്ബോൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഗോളിയുടെ കയ്യിലുണ്ട് എന്നുള്ളത്. പിന്നെ തിരക്കിന് കാരണം 18-ാം പടിയിലെ ഹൈഡ്രോളിക് മേൽക്കൂര എന്നാണ് പോലീസ് പറയുന്നത് കേട്ടോ. പഴയ മേൽക്കൂര പാണ്ഡിത്താവളത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശബരിമലയിൽ തിരക്കിന് കാരണമായത് 18-ാം പടിയിൽ നിർമ്മിക്കുന്ന ഹൈഡ്രോളിക് മേൽക്കൂരയെന്ന് പോലീസ്. കാരണം അത് 4200 പേരോളം കയറ്റിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 3600 3900 ഉള്ളൂ. അതുകൊണ്ടാണ് തിരക്കെന്ന് പറയുന്നു. നമുക്ക് നോക്കാം. പിന്നെ വേറെ ഇത് ചരമക്കോളം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. സ്വർണ്ണ കടപ്പത്രം 18 മുതൽ റിസർവ് ബാങ്ക് പുറത്തിറക്കുന്ന പരമാധികാര സ്വർണ്ണ കടപ്പത്രത്തിൽ സോവറിൻ ഗോൾഡ് ബോണ്ടാണ് കേട്ടോ. നിക്ഷേപം നടത്തുന്നതിന് ഡിസംബർ 18 മുതൽ തിങ്കളാഴ്ച 22 വരെ അപേക്ഷിക്കാം. 18 മുതൽ 22 വരെ അപേക്ഷിക്കാം. 2023-24 3-ാം സീരീസാണ് ഇക്കാലയളവിൽ നിൽക്കുന്നത്. 22 കടപ്പത്രങ്ങൾ കൈമാറും. ഗ്രാമിന് 6199 രൂപയാണ് ഇത്തവണ വില. ഓൺലൈനായി അപേക്ഷ നൽകുന്നവർക്ക് ഗ്രാമിന് 50 രൂപ വരെ ഇളവ് ലഭിക്കും കേട്ടോ. അവരുടെ ബോണ്ട് വരെയാണ്. ഇത് സ്വർണ്ണ കടപ്പത്രമാണ്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഗോൾഡ് വാങ്ങിക്കുമ്പോൾ അത് നിങ്ങളുടെ ഒരു ബോണ്ടായിട്ടാണ്. സോ അത് നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഒക്കെ ഗുണം കിട്ടുന്ന രീതിയിലുള്ള ഒരു കടപ്പത്രമാണ്. പിന്നെ നമ്മൾ സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ നമ്മൾ പറയുന്നത് പാണ്ഡ്യപ്പട എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ്. മുംബൈ ഇന്ത്യൻസ് എക്സിൽ പോസ്റ്റ് ചെയ്ത ഹാർദിക് പാണ്ഡ്യയുടെ ചിത്രം അടിപൊളിയായിട്ട് ഇങ്ങനെ നോക്കുന്നത്. ജയമരികെ ഇംഗ്ലണ്ടിനെതിരായ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യ 478 റൺസ് മുന്നിൽ എന്നും പറഞ്ഞിട്ടൊരു ന്യൂസ് ഉണ്ട്. മറക്കില്ല മുംബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ IPL നായകനായി രോഹിത്തിന്റെ മത്സരവുമായി ബന്ധപ്പെട്ട് 158 ജയം, 87 തോൽവി, 67 ടൈ, 4 കിരീടം, 5. മുംബൈ ഇന്ത്യൻസിലൂടെ രോഹിത് ശർമ്മ നായക പദവിയുടെ നോവും മധുരവും ആദ്യം അറിഞ്ഞത്. IPL മുംബൈ ഇന്ത്യൻസിനെ 5 തവണ ഫൈനലിൽ എത്തിച്ചു. 5 തവണ എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു കഥയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെഡിക്കൽ കോളേജിൽ ക്ഷയരോഗികൾക്ക് കിടത്തി ചികിത്സ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു. കൊച്ചി സംസ്ഥാനത്തെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ക്ഷയരോഗികൾക്ക് കിടത്തി ചികിത്സയ്ക്കുള്ള ഒരു സാധ്യത ഒരുങ്ങുന്നുണ്ട്. 5 കോടിയുടെ പദ്ധതികളുമായി മിൽമ എറണാകുളം യൂണിയൻ തുടങ്ങുന്നു. പിന്നെ അങ്ങനെയുള്ള ന്യൂസുകളും കാര്യങ്ങളും ഉണ്ട്. കാല് മരവിച്ചു, ഇങ്ങനെ കാല് മടക്കി വെച്ചത്. പിന്നെ ലാസ്റ്റ് പേജിലേക്ക് നമ്മൾ പോകുമ്പോൾ തടവുകാരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കരുത് ഹൈക്കോടതി. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിന്റെ സന്ദർഭവും ഉത്തരവിലുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് അത് കോട്ട് ചെയ്തിട്ടുണ്ട്.
മികച്ച താമസ സൗകര്യവും സുരക്ഷയും ഭക്ഷണവും ഒക്കെ ലഭിച്ചാൽ തടവുകാർ എന്നും തടവുകാരായി ഇരിക്കുമെന്നും അവരുടെ ബുദ്ധിമുട്ടുകൾ അവർക്ക് മനസ്സിലാകൂവെന്ന് ഹൈക്കോടതി. അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കാനാകില്ലെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. വിയൂർ ജയിൽ സൂപ്രണ്ടിനോട് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തൃശൂർ സ്വദേശി മനോജിന് താൽക്കാലിക പരോൾ അനുവദിക്കാനും ഉത്തരവിട്ടു. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീട് ലഭിച്ച തടവുകാരന് അതിന്റെ നടപടികൾ പൂർത്തിയാക്കാനായി താൽക്കാലിക പരോൾ അനുവദിക്കണം എന്ന ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ എന്ന നോവലിലെ കഥാസന്ദർഭം ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ വിയൂർ ജയിലിന് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തൃശൂർ സ്വദേശി മനോജിന്റെ ഭാര്യ രമയായിരുന്നു ഭർത്താവിന് താൽക്കാലിക പരോൾ നിഷേധിച്ചതിനെതിരെ ഹൈക്കോടതി സമീപിച്ചത്. കൊടുങ്ങല്ലൂർ താലൂക്കിൽ എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് ലൈഫ് പദ്ധതിയിൽ മനോജിനും വീട് ലഭിച്ചിരുന്നു. ഇതിന്റെ നടപടി പൂർത്തിയാക്കാൻ മനോജ് നേരിട്ടെത്തണം. ഇതിനായി താൽക്കാലിക പരോൾ അനുവദിക്കണമെന്ന് അപേക്ഷ ജയിൽ അധികൃതർ നിഷേധിച്ചതിനെ തുടർന്നാണ് ഹൈക്കോടതി സമീപിച്ചത്. മനോജിന് താൽക്കാലിക പരോൾ അനുവദിക്കുന്നത് അയാളുടെ ജീവന് പോലും ഭീഷണിയാണെന്നും വീട് നിർമ്മിക്കുന്നതിനായുള്ള യാതൊരു പ്രവർത്തനവും നടക്കുന്നില്ലെന്നും ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടാണ് സർക്കാർ കോടതിയിൽ അറിയിച്ചത്. ഇത്തരമൊരു റിപ്പോർട്ട് അത്ഭുതപ്പെടുത്തുന്നതാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. താൽക്കാലിക പരോൾ അനുവദിക്കുന്ന തടവുകാരന്റെ ജീവൻ സംരക്ഷിക്കാനാകില്ലെങ്കിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് തത്സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ലെന്നും കോടതി പറഞ്ഞു. അതുപോലെ താൽക്കാലിക പരോളിനായി തടവുകാരുടെ അപേക്ഷ നൽകിയാൽ 3 ആഴ്ചയ്ക്കുള്ളിൽ കൃത്യമായ മറുപടി നൽകണമെന്ന് നിർദ്ദേശം നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയോടും നിർദ്ദേശിച്ചു. സോ തടവുകാരെ സുഖിപ്പിച്ച് നല്ല സുഖം, നല്ല ഭക്ഷണം, നല്ല മട്ടൺ, നല്ല ചിക്കനൊക്കെ കൊടുത്ത് അവൻ സുഖമായിട്ട് അവിടെ തന്നെ നിൽക്കും. വീണ്ടും അവൻ കുറ്റം ചെയ്യും ആൾക്കാർ. കാരണം നാട്ടിൽ ജീവിക്കണേക്കാളും സുഖം ജയിലിലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ കാര്യങ്ങൾ നടക്കും. നിശ്ചയദാർഢ്യം. ടോപ്പ് ഗിയറിൽ 76-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ച് അർപ്പുതമ്മാൾ, അവരുടെ പേര് അർപ്പുതമ്മാൾ എന്നാണ്. അർപ്പുതമ്മാൾ കാർ ഡ്രൈവിംഗ് 76-ാം വയസ്സിലാണ് അവർ പഠിക്കുന്നതും ഒക്കെ. ഡ്രൈവിംഗ് പഠിച്ച് മധുര 16-ൽ സൈക്കിൾ ചവിട്ടി നടന്ന കാലം മുതൽ കാർ ഓടിക്കുക എന്നത് അർപ്പുതമ്മാളിന്റെ സ്വപ്നമായിരുന്നു. എന്നാൽ ഇപ്പോൾ 76-ാം വയസ്സിൽ അവരത് നേടിയിരിക്കുന്നു. ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് നേടിക്കഴിഞ്ഞു. വൈദഗ്ധ്യം തെളിയിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. കാരണം രാജീവ് ഗാന്ധി വധക്കേസിൽ 31 വർഷം ജയിലിൽ കഴിഞ്ഞ മകൻ പേരറിവാളൻ മോചിതനായുടെയാണ് അർപ്പുതമ്മാൾ നിത്യദുഃഖത്തിൽ നിന്നും കരകയറിയത്. കഴിഞ്ഞ വർഷം മെയ്യിലാണ് സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് പേരറിവാളിനെ മോചിപ്പിച്ചത്. കാറ് വാങ്ങാൻ ഞാൻ മുതലാളി ഒന്നുമല്ല. അടിയന്തര സാഹചര്യം ഉണ്ടായാലും ആരെങ്കിലും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ടി വന്നാലും ഡ്രൈവിംഗ് ഉപകാരപ്പെടുമല്ലോ, അർപ്പുതമ്മാൾ പറയുന്നു. വിധിയോട് പടവെട്ടി വിജയിച്ച അർപ്പുതമ്മാളിന് ഡ്രൈവിംഗ് പഠിപ്പിച്ച് വെല്ലുവിളിയായിരുന്നില്ല. ഓടിച്ചു തുടങ്ങാൻ പ്രയാസമുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ലെന്ന് മറുപടി. സാധിച്ചില്ല. കാരണം ഒരു വണ്ടി ഉണ്ടെങ്കിലേ നമുക്കത് വീണ്ടും ഓടിച്ച് അത് ശീലമാക്കാൻ പറ്റുള്ളൂ. സോ ഇത്രയുമാണ് ഇന്നത്തെ ന്യൂസുകൾ, കാര്യങ്ങൾ. ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ പറഞ്ഞ പോലെ ഒരു വീക്കെൻഡാണ്. അടിച്ചു പൊളിക്കൂ, തകർക്കൂ, നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ജീവിക്കൂ. കാരണം എന്നാണ് നമ്മളുടെ ജീവിതം ഇല്ലാണ്ടാവുമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ കൊറോണ, അങ്ങനെയുള്ള പനികൾ, അതും ഇതൊക്കെ വീണ്ടും കൂടി വരികയാണ്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്ത് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. എനിക്കപ്പോൾ അത്രേ പറയാനുള്ളൂ. നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡെയിലി ടൈൽ ടോക്സിലെ ചൂടുള്ള വാർത്ത. ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. ഗുഡ് മോർണിംഗ്.